എടാ മക്കളെ, നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. വേറൊന്നുമല്ല, നമ്മളെല്ലാവരും ഒരു ഫേം തുടങ്ങുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നതായിരിക്കും വരുമാനം ഉണ്ടാക്കുക, അതുവഴി ലാഭം നേടുക എന്ന് പറയുന്നത് അല്ലേ. എല്ലാ ഫേമുകളും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കാറല്ലേ. അപ്പോൾ നമ്മൾ 3 കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്: ടോട്ടൽ റവന്യൂ, മാർജിനൽ റവന്യൂ, ആവറേജ് റവന്യൂ. പക്ഷേ ഇത് 3 നമ്മൾ പഠിച്ചത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണെന്ന് മാത്രം. കാരണം മുൻപൊക്കെയാണ് നമുക്ക് പഠിക്കാൻ മോണോപോളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഡുവോപോളി, ഒളിഗോപോളി എന്ന് പറഞ്ഞ് കുറേ പോളികൾ നമുക്ക് പഠിക്കാനായിരുന്നു. പക്ഷേ ഗവൺമെൻറ് എന്തൊക്കെയോ നമ്മളോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ആ ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ പഠനഭാരം കുറഞ്ഞു എന്ന് പറയാം. പക്ഷേ നിങ്ങൾ അതുകൂടി പഠിക്കേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. തൽക്കാലം ഞാൻ കുട്ടികൾക്കെതിരായിട്ട് സംസാരിക്കുന്നില്ല. അപ്പോൾ മക്കളെ, നിങ്ങളോടുള്ളൊരു കാര്യം പറയാനുള്ള വേറെ ഒന്നുമില്ല. ഇത്തവണത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ 1 സെക്കൻഡ്, വെൽക്കം ബാക്ക് ടു എജുബോർഡ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എജുബോർഡിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ സൽസബി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്, മുൻപ് പരീക്ഷ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്: ഫ്രം ദ ഷെഡ്യൂൾ ഗിവൺ ബിലോ കാൽക്കുലേറ്റ് ടോട്ടൽ റവന്യൂ ആൻഡ് ഡിറൈവ് ദ ഡിമാൻഡ് ഷെഡ്യൂൾ. ഓക്കെ, ഡിമാൻഡ് ഷെഡ്യൂൾ തയ്യാറാക്കാനാണ് പറഞ്ഞത്. അഥവാ ടോട്ടൽ റവന്യൂ കർവ് നമ്മളോട് വരക്കാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ടേബിളിൽ നിന്ന് എങ്ങനെ ഇത് ചെയ്യാതെ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. നമുക്കിവിടെ ക്യൂ തന്നിട്ടുണ്ട്, MR തന്നിട്ടുണ്ട്. ഓക്കെ, ക്വാണ്ടിറ്റിയും അതേപോലെ മാർജിനൽ റവന്യൂ ആണ് തന്നിരിക്കുന്ന കാര്യം നമുക്കറിയാം. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ TR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ റവന്യൂ ഈക്വൽ ടു ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റിയാണ് അല്ലേ. പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റിയാണ്. ആൻഡ് ആവറേജ് റവന്യൂ നമുക്കറിയാം, ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റിയാണ് അല്ലേ. ആൻഡ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്, മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ TR ഡിവൈഡ് ബൈ ഡെൽറ്റ Q ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിലിവിടെ മാർജിനൽ റവന്യൂ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഈ പറയുന്ന 2 ആൾക്കാരെ കണ്ടുപിടിക്കണം. അതിന് ആരെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ. ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാൻ പറയുള്ളൂ. ആവറേജ് റവന്യൂ നിങ്ങൾ കാണണമെന്ന് യാതൊരുവിധ നിർബന്ധമല്ല. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. എങ്ങനെ ചെയ്യേണ്ടത്? സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കുക. നമ്മുടെ മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു എത്ര തന്നിരിക്കുന്നത്? 10 എന്ന് തന്നിരിക്കുന്നത്. എത്ര തന്നിരിക്കുന്നത്? 10 എന്ന് തന്നിട്ടുണ്ട്. ആ സമയത്ത് ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റി എത്രയാണ്? 1 ആണ്. മാർജിനൽ റവന്യൂ 10 ആണല്ലേ. ക്വാണ്ടിറ്റി 1 ആണ് തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഡെൽറ്റ Q എന്ന് പറയുന്നതാണ് എന്ത്? ഈ പറഞ്ഞിരിക്കുന്ന 1 എന്ന് പറയുന്നത്. കാരണം എന്താ? ഡെൽറ്റ Q 1 ആണെന്ന് പറയാൻ കാരണം തന്നെ ഈ പറഞ്ഞ MR കിട്ടാൻ കാരണം ഡെൽറ്റ TR ഡിവൈഡ് ബൈ ഡെൽറ്റ Q ചെയ്യുമ്പോഴാണ്. MRൻ്റെ വാല്യൂ നമുക്കറിയാം 10 ആണെന്ന് അറിയാം. ക്വാണ്ടിറ്റി ഡെൽറ്റ Q എത്രയാണ്? അത് നമുക്ക് 1 ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഫോം ചെയ്യുന്ന പുതിയൊരു ഇക്വേഷനാണ് MR ഇൻറ്റു ഡെൽറ്റ Q. MR ഇൻറ്റു ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ TR എന്ന് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ MR ഇൻറ്റു ഡെൽറ്റ Q ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞിരിക്കുന്ന ഡെൽറ്റ TR നമുക്കിവിടെ കിട്ടും. അതൊന്ന് നമുക്കിവിടെ കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ പഠിച്ചു നോക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ബാക്കിയെല്ലാം സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ MR നമുക്ക് ഫസ്റ്റ് കോളത്തിൽ MR നമുക്കിവിടെ തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിവിടെ ഡെൽറ്റ TR കാണിച്ചു തരാം. നോക്കിക്കോളൂ. ഡെൽറ്റ TR കിട്ടാൻ എന്ത് ചെയ്ത് 10 ഇൻറ്റു 1 ചെയ്താൽ മതി. കാരണം എന്താണ്? MRനെ ഡെൽറ്റ Q കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഡെൽറ്റ Q ഫസ്റ്റ് കോളത്തിൽ 1 എന്ന് കിട്ടി. അപ്പോൾ 10 ഇൻറ്റു 1 എന്ന് പറയും. 10 ഇൻറ്റു 1 എത്ര ഉത്തരം കിട്ടുക? 10 എന്ന് തന്നെ കിട്ടും. ഇനി അടുത്ത കോളം എത്രയാണ്? ഡെൽറ്റ Q നമ്മൾ കാണണല്ലേ. ഈ പറഞ്ഞിരുന്ന 1ൽ നിന്നും 2ലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഡെൽറ്റ Q എന്ന് പറയുന്നത് 1 തന്നെയാണ്. കാരണം 2ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസമാണ് ഡെൽറ്റ Q. അത് എത്രയാണ്? 1 തന്നെയാണ്. ആൻഡ് MR തന്നിട്ട് 10ഉം 6ഉം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? 10ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ പറയുന്ന MR കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അർത്ഥം. അപ്പോൾ എന്ത് ചെയ്തു? 10 ഉണ്ടായിരുന്ന എന്ത് ചെയ്തു? ഈ പറഞ്ഞിരിക്കുന്ന 6 ആയിട്ട് മാറി അല്ലേ. അപ്പോൾ 6 ആയിട്ട് മാറി എന്ന് പറയുന്നത് നോർമലി അവിടെ ഒരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ ഡെൽറ്റ MR എന്താണെന്ന് നമുക്കറിയാം. MR ഇസ് ഈക്വൽ ടു എന്താണ്? MR ഇസ് ഈക്വൽ ടു 6 എന്ന് തന്നിട്ടുണ്ട്. എന്നാൽ നമുക്കിവിടെ മുൻപ് തന്നിരുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഡെൽറ്റ Q വീണ്ടും എത്ര തന്നെയാണ്? 1 തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കിട്ടും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തു പോയി. നോക്കി നിങ്ങളുടെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ 6 ഇൻറ്റു 1 ചെയ്താൽ നമുക്കിവിടെ 6 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, TR കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഉത്തരം തെറ്റാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. അപ്പോൾ ഉത്തരം തെറ്റാണ് എന്നുള്ള കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ലോജിക്കിലല്ല നിങ്ങളിവിടെ പോകേണ്ടത്. പകരം അവിടെ നിങ്ങൾക്ക് വേണ്ട ലോജിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കിതിന് ആദ്യം വേണ്ടത് ഒരൊറ്റ കാര്യമാണ്. ഈ പറഞ്ഞിരിക്കുന്ന നോക്കിക്കോളൂ. നമ്മളിവിടെ ഒരു സ്ലൈഡ് കൂടി ആഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്ന് പറയുന്നത് നോക്കിക്കോട്ടെടാ. എന്താ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ടോട്ടൽ റവന്യൂ. നമ്മൾ ഉൽപ്പാദനം നടത്തുന്നതോറും നമ്മുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? എപ്പോഴും നമ്മുടെ ടോട്ടൽ റവന്യൂ എന്തായിരിക്കും? ഇൻക്രീസിങ് ആയിരിക്കും.
ആദ്യം കാണിക്കുന്നുണ്ടാവുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് ഡിക്രീസിങ്ങിലേക്ക് മാറും. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നമ്മുടെ ടോട്ടൽ റവന്യൂ അതിൻ്റെ മാക്സിമം ലെവലിലെത്തുന്ന സമയം, മാക്സിമം ലെവലിൽ എത്തുന്ന സമയത്ത് എന്തായിരിക്കും, ഫസ്റ്റ് റിലേഷൻ ആണോ പറഞ്ഞത്, നമ്മുടെ ടോട്ടൽ റവന്യൂ അതിൻ്റെ മാക്സിമത്തിലെത്തുന്ന സമയത്ത് നമ്മുടെ മാർജിനൽ റവന്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. മാർജിനൽ റവന്യൂ 0 ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കി, നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ റവന്യൂ എന്ത് ചെയ്യും, കുറയാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ടോട്ടൽ റവന്യൂ കുറയാൻ തുടങ്ങുന്ന സമയത്ത് എന്തായിരിക്കും, നമ്മുടെ മാർജിനൽ റവന്യൂ ആദ്യമായിട്ട് നെഗറ്റീവായിട്ട് മാറാൻ തുടങ്ങും. ഇനി മൂന്നാമത്തെ റിലേഷനാണ് നമ്മൾ ആദ്യം പറയേണ്ടിയിരുന്നത്, വേറെ ഏതുമല്ല, ടോട്ടൽ റവന്യൂ കൂടുകയാണെങ്കിൽ എന്തായിരിക്കും, മാർജിനൽ റവന്യൂ അങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ മാർജിനൽ റവന്യൂ എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, പിന്നെ അത് 0 ആവുന്നു, പിന്നെ അത് നെഗറ്റീവായിട്ട് മാറുന്നു. ഈ ഒരു റിലേഷനിലാണ് നമുക്കിവിടെ പോകേണ്ടത്. അത് നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മാർജിനൽ റവന്യൂ ആദ്യത്തെ 10 ആയിരുന്നു, അത് 6 ആയി, 2 ആയി, 0 ആയി, -5 വരെയായി. എത്രയായി? -5 വരെയായിട്ട് മാറി. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ റവന്യൂവിനോട് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മാർജിനൽ റവന്യൂ സംഭവിച്ച കാര്യം, ആദ്യം അത് കുറഞ്ഞു വന്നു, പിന്നെ അത് 0 ആയി, പിന്നെ അത് നെഗറ്റീവിലേക്ക് പോയി, അല്ലേ? അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാം, ഇവിടെ ടോട്ടൽ റവന്യൂവിന് സംഭവിച്ച കാര്യം എന്തായിരിക്കും? ടോട്ടൽ റവന്യൂവിന് സംഭവിച്ച കാര്യം, ആദ്യം ടോട്ടൽ റവന്യൂ കൂടി വന്നു, പിന്നെ അത് മാക്സിമത്തിലെത്തി, പിന്നെ അത് അവസാനം എന്ത് ചെയ്തു, കുറയാനും തുടങ്ങി. ഈ 3 റിലേഷനാണ് അവിടെയും സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് തലയിൽ ഇപ്പം കയറിയിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ള എല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലം ബാക്കി ചെയ്തു നോക്കാം. ഓക്കെ, എടാ ഇനി ഇതിൽ എങ്ങനെയാണ് ടോട്ടൽ റവന്യൂ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസ് വെച്ചിട്ട് ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാനുള്ള വകുപ്പൊന്നുമില്ല. അപ്പോൾ ഈ പറയുന്ന ടോട്ടൽ റവന്യൂ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അതിനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. വേറെ ഇതല്ല, ഇപ്പം നമ്മളൊരു 3 റിലേഷൻസ് പഠിച്ചല്ലോ, ആ 3 റിലേഷൻസ് വെച്ചിട്ട് നമ്മളത് കണ്ടുപിടിക്കാൻ പോകണേ. ഇക്വേഷൻ വേറെ ഒന്നുമല്ല. ഇപ്പം നോക്കിക്കോളൂ, ഞാനിവിടെ ഒരു സ്ലൈഡ് കൂടി ആഡ് ചെയ്ത് തരാം, അതിൽ നിന്നും നിങ്ങൾക്ക് ആ പറയുന്ന ടെക്നിക്ക് പിടികിട്ടും. നോക്കിക്കോളൂ കേട്ടോ, നിങ്ങൾ ഈ ഒരൊറ്റ ടെക്നിക്ക് പഠിക്കുക. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് Q ആൻഡ് MR മാത്രമാണ് തന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് TR കണ്ടുപിടിക്കുക, ഈ ഒരു ഡൗട്ടാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അതിൻ്റെ സൊല്യൂഷനാണ് ഞാൻ പറയുന്നത്. നോക്കിക്കോളൂ, നമ്മുടെ TR ഒന്നാമത്തെ ടോട്ടൽ റവന്യൂ എന്തായിരിക്കും, നമ്മുടെ MR1-ന് തുല്യമായിരിക്കും. ഇനി രണ്ടാമത്തെ ടോട്ടൽ റവന്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന MR1-ൻ്റെ കൂടെ എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം. ആരെ പ്ലസ് ചെയ്യേണ്ടേ? രണ്ടാമത്തെ മാർജിൻ റവന്യൂ നമ്മൾ പ്ലസ് ചെയ്താൽ മതി. ഇനി ടോട്ടൽ റവന്യൂ മൂന്നാമത്തെ കിട്ടാൻ എന്ത് ചെയ്യേണ്ടേ? ടോട്ടൽ റവന്യൂ 3 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, MR1 ഒന്നാമത്തെ മാർജിൻ റവന്യൂവിൻ്റെ കൂടെ രണ്ടാമത്തെ മാർജിൻ റവന്യൂ കൂട്ടിയതിനും കൂടെ എന്ത് ചെയ്യണം, മൂന്നാമത്തെ മാർജിൻ റവന്യൂ കൂടി നമ്മളവിടെ കൂട്ടിച്ചേർക്കണം. ഓക്കെ, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ വാല്യൂം കിട്ടും. ഇനി TR4 ആണെങ്കിലോ, എന്ത് ചെയ്യണം, ഒന്നാമത്തെ മാർജിൻ റവന്യൂ ഉണ്ടാവും, അതിൻ്റെ കൂടെ രണ്ടാമത്തെ മാർജിൻ റവന്യൂ നമ്മൾ കൂട്ടുന്നു, ആൻഡ് മൂന്നാമത്തെ മാർജിൻ റവന്യൂ നമ്മൾ കൂട്ടുന്നു, അതിൻ്റെ കൂടെ നാലാമത്തെ മാർജിൻ റവന്യൂ കൂടി നമ്മൾ കൂട്ടുന്നു. അപ്പോൾ എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും മാർജിൻ റവന്യൂ നമ്മൾ കൂട്ടണം. ടോട്ടൽ റവന്യൂ 4 ആണെങ്കിൽ 4 മാർജിൻ റവന്യൂ അവിടെ കൂട്ടിയിരിക്കണം. അത് പ്രകാരം നമുക്ക് നോക്കാമല്ലോ. നമ്മുടെ ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 1 2 3 4 5 6 7 അത്ര ഞാൻ എടുക്കുന്നുള്ളൂ തൽക്കാലം. ബാക്കി നമുക്ക് തന്നെ ചെയ്ത് വെക്കാം. അപ്പോൾ 8 9 വരെ ഉണ്ടായിരുന്നു അല്ലേ, 9 വരെ ഉണ്ട്, അതുകൂടി എഴുതി വെക്കാം. 10 6 2 2 എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ തന്നിരിക്കുന്ന വാല്യൂ നമുക്ക് നോക്കാം. മാർജിൻ റവന്യൂ എത്രയ്ക്കായിരുന്നു? 10 6 2 2 2 7 കഴിഞ്ഞു. പിന്നെ എത്രയാണ്? 8 9 ഉണ്ട് അല്ലേ, 8 9 ഉണ്ട്. അപ്പോൾ എത്ര വരുന്നത്? ഈ പറഞ്ഞ 2 2 3 2 കഴിഞ്ഞതിന് ശേഷം 3 0 1 2 3 പിന്നെ ഒരു -5 അവിടെ തന്നിരുന്ന വാല്യൂ അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാല്യൂ നമുക്കറിയാം. ഇനി നമ്മൾ ഇതിൽ നിന്നും മാർജിൻ റവന്യൂ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ, നമ്മുടെ മാർജിൻ റവന്യൂ നമ്മളോട് ഓൾറെഡി കണ്ടെത്തി. ഇതിന് ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് പറഞ്ഞത്. TR എന്ത് വരിക? ഒന്നാമത്തെ ടോട്ടൽ റവന്യൂ കാണാൻ എഴുതുന്നത് അതേ മാർജിൻ റവന്യൂ നമ്മൾ എഴുതുക. അതായത് ഒന്നാമത്തെ മാർജിൻ റവന്യൂ എന്തായിരിക്കും? അതേ ടോട്ടൽ റവന്യൂ ആയിരിക്കും. MR1 TR1 10 അതുപോലെ എഴുതുക. അടുത്തത് ടോട്ടൽ റവന്യൂ രണ്ടാമത്തെ കിട്ടണമെന്ന് വിചാരിക്കുക. അതായത് രണ്ടാമത്തെ കോളം ഇവിടെയാണ് അല്ലേ, ക്വാണ്ടിറ്റി 2 ആകുമ്പോഴാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 10 + 6 ചെയ്യുക. എത്ര കിട്ടും? 16 എന്ന് കിട്ടും. എങ്ങനെ കിട്ടിയത്? ഒന്നാമത്തെ മാർജിൻ റവന്യൂവിൻ്റെ കൂടെ രണ്ടാമത്തെ മാർജിൻ റവന്യൂ
10ൻ്റെ കൂടെ 6 കൂടി കൂട്ടിയാൽ രണ്ടാമത്തെ ടോട്ടൽ റവന്യൂ കിട്ടിയതിനാണ് 16 എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ ടോട്ടൽ റവന്യൂ കാണാൻ എന്ത് ചെയ്യണ്ടേ? ഈ പറഞ്ഞിരിക്കുന്ന 16ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൂടി കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ എത്ര കിട്ടും? 18 കിട്ടും. അതെങ്ങനെയാണ് 16 കിട്ടിയേ? ഒന്നാമത്തെ ടോട്ടൽ റവന്യൂ രണ്ടാമത്തെ ടോട്ടൽ റവന്യൂ കിട്ടാനൊക്കെ വേണ്ടി നമ്മൾ ചെയ്തതാണ് മാർജിൻ റവന്യൂ 1ൻ്റെ കൂടെ മാർജിൻ റവന്യൂ 2 കൂട്ടിച്ചേർത്തു. ഇനി അതിൻ്റെ കൂടെ മാർജിൻ റവന്യൂ 3 കൂടി കൂട്ടിച്ചേർത്ത് എന്ത് കിട്ടും? ടോട്ടൽ റവന്യൂ 3 കിട്ടും. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയാൽ മതി. ഇനി ഈ 18ൻ്റെ കൂടെ എന്ത് ചെയ്യുക? അടുത്ത 2 18 പ്ലസ് 2 കൂട്ടി അടുത്ത് കിട്ടും 20 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ ഈ 2 കൂടി കൂട്ടിയാൽ 20 പ്ലസ് 2 കൂട്ടിയാൽ എന്ത് കിട്ടും? അടുത്തത് കിട്ടും 22 എന്ന് കിട്ടും. അടുത്തത് 20 പ്ലസ് 0 കൂട്ടിയാൽ 22 തന്നെ വരുന്നു. 22 പ്ലസ് 0 എഗെയിൻ 22 എഗെയിൻ 22 പിന്നെ -5 ആണല്ലേ. അതായത് 22 പ്ലസ് -5 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഇങ്ങനെയാണ് വരിക. 22 -5 എന്ന് വരും. ഉത്തരം എത്ര വരിക? 17 എന്ന് വരും. എത്ര വരിക? 17 എന്നാണ് നമുക്കവിടെ ഉത്തരം കിട്ടുക. ആൻഡ് ലാസ്റ്റ് കോളത്തിൽ നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? 17 ആയിരിക്കും. നിങ്ങളിവിടെ ശ്രദ്ധിച്ച ഒരു ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മുടെ ടോട്ടൽ റവന്യൂ ഓരോ സ്റ്റേജിലും 10, 16 പിന്നെ 18 20 22 വരെ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താണ്? ടോട്ടൽ റവന്യൂ ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്തു? കൂടിക്കൊണ്ടേയിരുന്നു. ഏത് വരെ? 22 വരെ. ഇനി എന്ത് ചെയ്തു? ടോട്ടൽ റവന്യൂ അതിൻ്റെ മാക്സിമത്തിലെത്തി. ആ മാക്സിമം എത്രയായിരുന്നു? അത് 22 ആയിരുന്നു. അതിനുശേഷം ആ 22 അങ്ങനെ നിന്നു അല്ലേ? 22 അങ്ങനെ നിന്നു. അതിനുശേഷം എന്ത് ചെയ്തു? മാക്സിമത്തിന് ശേഷം അത് കുറയാൻ തുടങ്ങി. ഒരു കാര്യത്തിൻ്റെ മാക്സിമം കഴിഞ്ഞാൽ പിന്നെ അത് കുറയുകയാണ് ചെയ്യുക. എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന കുറയാൻ തുടങ്ങി. അപ്പോൾ കിട്ടിയതായിരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 17 എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ടോട്ടൽ റവന്യൂവിൻ്റെ കേസ് എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നടന്നു അല്ലേ? അതേപോലെ മാർജിനൽ റവന്യൂവിൻ്റെ കേസ് നോക്കി. നിങ്ങളുടെ മാർജിനൽ റവന്യൂ ആദ്യം തൊട്ടേ കുറയുകയായിരുന്നു അല്ലേ? പിന്നെ എന്ത് ചെയ്തു? മാർജിനൽ റവന്യൂ 0 ആയി മാറുകയാണ് ചെയ്തത്. പിന്നീട് എന്ത് ചെയ്തു? മാർജിനൽ റവന്യൂ നെഗറ്റീവ് ആകാനും തുടങ്ങി. ഇത് മൂന്നും നമ്മൾ പറഞ്ഞ കേസ് തന്നെയാണ് അല്ലേ? ഈ 3 കേസുകളും നമ്മൾ പരസ്പരം ഇവിടെ പറഞ്ഞത് തന്നെയാണ്. അതേ സംഗതിയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. എങ്ങനെയാണോ നമ്മൾ മാർജിൻ റവന്യൂ കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ അത് തന്നെ ചെയ്ത് വെക്കാം. അതായത് ടോട്ടൽ റവന്യൂ എത്രയാണോ നമുക്ക് വേണ്ടത്, അത്രയും മാർജിൻ റവന്യൂ എന്ത് ചെയ്യുക? നമ്മൾ പരസ്പരം കൂട്ടി കഴിഞ്ഞാൽ മതി. ഓക്കെ, MR1 പ്ലസ് അങ്ങനെ കൂട്ടി എത്ര വരെ കൂട്ടണം? MRN വരെ നമ്മൾ കൂട്ടിയാൽ എത്ര മാർജിൻ റവന്യൂ നമുക്ക് കാണണോ അത്രയും ടോട്ടൽ റവന്യൂ നമുക്ക് അത്രയും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു ഇക്വേഷൻ വെച്ചാൽ നമുക്കിവിടെ ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം ഫൈനലായിട്ട് വരുന്ന ആൻസർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. TRൻ്റെ വാല്യൂ 10, 16, 18, 20, 22, 22 ആൻഡ് 17. ഇവിടെ എന്ത് ചെയ്തു? TR കുറയാൻ തുടങ്ങി. ഇവിടെയൊക്കെ TR എന്തായിരുന്നു? അതിൻ്റെ മാക്സിമത്തിൽ ആയിരുന്നു TR എന്ന് പറഞ്ഞത്. ഇവിടെയൊക്കെ TR എന്തായിരുന്നു? ഇൻക്രീസിങ് ആയിരുന്നു കാണിച്ചിരുന്നത് അല്ലേ? ഇനി മാർജിൻ റവന്യൂ എല്ലാത്തിലും കുറഞ്ഞു വരുന്ന കേസ് നമ്മൾ കണ്ടു. പിന്നെ അത് 0 ആയി, പിന്നെ അത് നെഗറ്റീവായി മാറി. ആവറേജ് റവന്യൂ നിർബന്ധമില്ല, പക്ഷേ എങ്കിൽ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചേർത്ത് വെച്ചാണ്. ഇനി ഇത് വെച്ചിട്ട് നിങ്ങളോട് ഈ പറയുന്ന ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറയുന്നത്. ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളോട് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഡിമാൻഡ് ഷെഡ്യൂൾ എങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ. നമുക്ക് അറിയുന്ന കാര്യമുണ്ട്. ഈ പറയുന്ന പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ പഠിച്ച കാര്യമാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷന് പ്രൈസ് ഇസിക്വൽ ടു AR ഇസിക്വൽ ടു മാർജിനൽ റവന്യൂ ഇസിക്വൽ ടു ആൻഡ് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ വരച്ചു വെച്ചിരുന്ന കാര്യം തന്നെയാണ് ഡിമാൻഡ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള കാര്യം ഓർത്തുക. അപ്പോൾ ജസ്റ്റ് ഇത് പഠിച്ചിട്ടില്ലാലും വേണ്ടില്ല, നിങ്ങൾ ഈ റിലേഷൻ പഠിച്ചിട്ട് വേണ്ടില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് പഠിക്കാം. അപ്പോൾ മക്കളെ നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഇക്വേഷൻസ് വെച്ചിട്ടായിരിക്കും ഷുവറായിട്ടൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതലുള്ളതാണ്. അപ്പോൾ 1, 2, 3 ഈ 3 ഇക്വേഷൻസ് എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു ടോപ്പിക്കായിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.